ചരിത്രപ്രധാനമായ റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസ്. നേരത്തെ വിക്ടോറിയ ടെർമിനൽസ് എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. 1996 ഇതിന്റെ പേര് ഛത്രപതി ശിവജിയുടേതാക്കിയത്. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയായ ഇവിടവും യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വിക്ടോറിയ രാജ്ഞിയുടെ സുവർണ ജൂബിലിയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഈ ബൃഹത് മന്ദിരം ഫ്രെഡറിക് വില്യം സ്റ്റീവൻസ് ആണ് രൂപകൽപ്പന ചെയ്തത്. വിക്ടോറിയൻ, ഇറ്റാലിയനേറ്റ്, ഗോഥിക് റിവൈവൽ വാസ്തുകലയും പരമ്പരാഗത മുഗൾ വാസ്തുകലയും ചേർന്നതാണ് ഇതിന്റെ നിർമ്മാണ രീതി. 1878 നിർമ്മാണം തുടങ്ങിയ സ്റ്റേഷൻ 10 വർഷം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത്. മുംബൈയിലെ അക്കാലത്തെ ഏതൊരു കെട്ടിടത്തെക്കാളും വലിപ്പത്തിൽ മുൻപനായിരുന്നു ഇത്. പ്രധാന മന്ദിരത്തിന്റെ രൂപഭാവങ്ങളുമായി ഇണങ്ങും വിധത്തിൽ പിന്നീട് ഒട്ടേറെ ചെറുമന്ദിരങ്ങൾ കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നുകൂടിയാണ് മുംബൈ CST. ദീർഘദൂര തീവണ്ടികൾക്കൊപ്പം മുംബൈ നഗരത്തിന്റെ ജീവനാഡിയെന്ന് പറയാവുന്ന സബർബൻ തീവണ്ടികളും ഇവിടെ നിന്ന് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഛത്രപതി ശിവജി എന്ന പേരിനു മുന്നിൽ മഹാരാജ് എന്നുകൂടി ചേർക്കണമെന്ന് മഹാരാഷ്ട്ര സർക്കാർ റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേരിലെ ഇത്തരമൊരു പരിഷ്കാരം കേന്ദ്രത്തിന്റെ പരിഗണനയിലുമാണ്. 2008 നവംബർ 26 നടന്ന ഭീകരാക്രമണത്തിൽ ഈ തീവണ്ടി സ്റ്റേഷനും ആക്രമിക്കപ്പെട്ടിരുന്നു. മലയാളികൾ ഉൾപ്പെടെ 58 പേരുടെ മരണത്തിനും 100-ലേറെ പേർക്ക് പരിക്കേൽക്കാനും ആ ആക്രമണം കാരണമായി. ഗ്രേറ്റർ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരമാണിത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പൽ കോർപ്പറേഷനാണ് മുംബൈയിലേത്. ഇന്ത്യയിലെ ചില ചെറിയ സംസ്ഥാനങ്ങളുടെ വാർഷിക ബജറ്റിനേക്കാൾ വലുതാണ് മുംബൈ കോർപ്പറേഷന്റെ ബജറ്റ്. 227 അംഗങ്ങളാണ് ഇവിടെയുള്ളത്. മുംബൈയിലെ സുന്ദര കാഴ്ചകളിലൊന്നായ മറൈൻ ഡ്രൈവിലേക്കാണ് ഇനി യാത്ര. തെക്കേ മുംബൈയിൽ 3.5 കിലോമീറ്റർ ദൂരത്തിൽ വളഞ്ഞു കിടക്കുന്ന സുന്ദര തീരമാണ് മറൈൻ ഡ്രൈവ്. നരിമാൻ പോയിന്റ് മുതൽ ബാബുൽനാഥിലേക്കും മലബാർ ഹില്ലിലേക്കും ഈ തീരം നീണ്ടുപോകുന്നു. തികച്ചും സാധാരണമായ തീരം. ആദ്യം കല്ലുപാകി നിർമ്മിച്ച ഈ പാത 72 വർഷത്തിനു ശേഷം 2012 മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പുനർനിർമ്മിച്ചത്. മറൈൻ ഡ്രൈവ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇതിന്റെ യഥാർത്ഥ പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് റോഡ് എന്നാണ്. മറൈൻ ഡ്രൈവിലെ മിക്കവാറും കെട്ടിടങ്ങൾ സമ്പന്നരായ പാഴ്സി ജനത 1920കളിലും 30കളിലുമായി നിർമ്മിച്ചവയാണ്. മുംബൈ നഗരത്തിന്റെ പ്രധാന വിശ്രമ കേന്ദ്രമാണ് മറൈൻ ഡ്രൈവ്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ അനവധി ആളുകൾ ഇവിടെ കാറ്റുകൊള്ളാനും സല്ലപിക്കാനുമായി എത്തുന്നു. നവദമ്പതിമാരും കുടുംബാംഗങ്ങളും മാത്രമല്ല, കാമുകി കാമുകന്മാരുടെ സ്വതന്ത്ര വിഹാര കേന്ദ്രം കൂടിയാണ് മുംബൈ മറൈൻ ഡ്രൈവ്. വ്യായാമത്തിന്റെ ഭാഗമായി നടക്കാനും സൈക്കിൾ ചവിട്ടാനുമെല്ലാം ഇവിടം ഉപയോഗിക്കുന്നു. കുട്ടികൾ മുതൽ വൃദ്ധർ വരെ മറൈൻ ഡ്രൈവിനെ നന്നായി ഉപയോഗിക്കുന്നുണ്ട്.
കടലിനും നടപ്പാതയ്ക്കുമിടയിലായി ഇരിക്കാൻ നെടുനീളത്തിൽ പ്രത്യേകം സിമന്റ് തട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ചിലർ ഉല്ലാസത്തിനായി പുലിമുട്ടുകളിലൂടെ കടലിലേക്ക് ഇറങ്ങുന്നു. മറൈൻ ഡ്രൈവ് സായാഹ്നത്തിലേക്ക് കടക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ അസ്തമയം കാണാനാണ് കൂടുതൽ പേരെത്തുന്നത്.